ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എളമരം കടവ് പാലത്തിന് സമീപമാണ്. എൻ്റെ പിറകിൽ കാണുന്നത് എളമരം കടവ് പാലമാണ്. എളമരം കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷം പിന്നിട്ടു. പക്ഷേ എന്നോടൊപ്പമുള്ള അസീസ് എളമരവും സുബൈർ എളമരവും ഇതുവരെ ഭൂമി വിട്ടുകൊടുത്തവരിൽപ്പെട്ടവരാണ്. അവർക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ആ വിശേഷങ്ങളാണ് നമ്മളിന്ന് ശബ്ദ ന്യൂസ് ചർച്ചയ്ക്കെടുക്കുന്നത്. എന്നോടൊപ്പമുള്ളത് അസീസ് എളമരമാണ്. ഇതുവരെ ഭൂമി വിട്ടുകൊടുത്തിട്ട് അതിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നഷ്ടപരിഹാരം ലഭിച്ചിട്ടുമില്ല. സ്ഥലം വിട്ടുകൊടുത്ത 4 വർഷമായി, ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 വർഷമായി. സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ പല ഓഫർ ഉണ്ടായിനി, മതിൽ കെട്ടി തരാമെന്നും കോൺട്രാക്ടറിനോട് പൈസ വാങ്ങി തരാമെന്നും അതൊന്നുമില്ല. പിന്നെ സ്ഥലത്തിന്റെ ഗവൺമെന്റ് പൈസ ഇന്ന് വരെ അതിന്റെ കടലാസ് നീങ്ങിയതായിട്ട് നമുക്ക് യാതൊരു വിവരവുമില്ല. കൂടുതലായിട്ട് സുബൈർ സംസാരിക്കുന്നതാണ്. ഭൂമി വിട്ടുകൊടുത്ത ഒരാളാണല്ലോ, നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? 4 വർഷം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ ഈ ഭൂമി വിട്ടു നൽകിയിട്ട്. അന്ന് ആശൻ കമ്മിറ്റി പാലത്തിന് വേണ്ടിയിട്ടൊരു പുതിയ ആശൻ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർ എല്ലാവരോടും വളരെ ഇതിൽ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, അത് മന്ത്രിതലത്തിൽ വേണമെങ്കിൽ എം എൽ എ തലത്തിലൊക്കെ നമുക്ക് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് സ്ഥലത്തിന് ആവശ്യമായ ഫണ്ടുകൾ അനുവദിച്ച് തരാം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോരാതിട്ട് പിന്നെ കോൺട്രാക്ടറോട് നല്ലൊരു സംഖ്യ ഞങ്ങൾക്ക് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഗൾഫിലായിരുന്നു ആ സമയത്ത്. അവിടേക്ക് വരെ വിളിച്ചിട്ട് തന്നെ ഓഫർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും 4 വർഷം കഴിഞ്ഞിട്ടും അതിനെ പറ്റിയൊരു പേപ്പർ പോലും എവിടെ ഉള്ളത് പോലും ഇവിടുത്തെ ആശങ്ക കമ്മിറ്റിക്കാർക്കും അറിയില്ല. എം എൽ എയോട് പല പ്രാവശ്യം ബന്ധപ്പെട്ടും അയാൾ അന്ന് നാളെ എന്നുള്ളത് പറയാം എന്നല്ലാതെ അദ്ദേഹം ഇതുവരെയായിട്ടും അതിന് തക്ക ഒരു മറുപടി തന്നിട്ടില്ല. എം എൽ എ പല പ്രാവശ്യങ്ങളിൽ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഫോണിൽ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒക്കെ പെട്ടെന്ന് ശരിയാവും എന്ന് പറയാ എന്നല്ലാതെ ഇപ്പോഴും അതിന്റെ ഒരു കാര്യങ്ങളും നീങ്ങുന്നില്ല. ഫയലുകളൊന്നും നീങ്ങിയതായിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് അറിവുകളൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത കാലത്തായിട്ട് നിങ്ങൾ എം എൽ എ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അപ്പോഴും പറയുന്നത് ഇത് തന്നെയാണ്. ഇനിയിപ്പം പിന്നെ ഇലക്ഷനും കാര്യങ്ങളും കഴിഞ്ഞു, പിന്നെ അതിന് ശേഷമുള്ളത് എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് അറിയുന്നില്ല. ഇനിയിപ്പോ ഭാവി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഞങ്ങൾ ഇതേപോലെ തന്നെ എംഎൽഎയും മന്ത്രിമാരെയും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് പരിപാടികൾ. എത്രയും പെട്ടെന്ന് അത് ഫണ്ട് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നഷ്ടപരിഹാരത്തുക ലഭിക്കണമെന്നാണ്, അതിനുള്ള നടപടി എടുക്കണമെന്നാണ് സുബൈർ എളമരവും അതുപോലെ തന്നെ അസീസ് എളമരവും പറയുന്നത്.